ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ എങ്ങനെ മറികടക്കാം. അതായത് നമ്മുടെ ജീവിതത്തെ വേദനിപ്പിച്ച ആളുകളോട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ആളുകൾ കടന്നു പോയിട്ടുണ്ടാകും. ഓരോ മനുഷ്യരും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെ എങ്ങനെ സ്വാന്തനപ്പെടുത്താമെന്ന് നോക്കാം. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളുമായുള്ള ബന്ധം നിർത്തുക. അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നായാലും അവരെ ഒഴിവാക്കുക. നമ്മളുമായി ബന്ധം മുറിയുന്ന വ്യക്തികളെ ഫോൺ കോൾ കൊണ്ട് മാത്രമല്ല, FB, ഇൻസ്റ്റ, മെസ്സഞ്ചർ എല്ലാവിധ കോണ്ടാക്റ്റുകളിൽ നിന്നും ഒഴിവാക്കുക. അവരുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ പ്രയാസപ്പെടുത്തും. അവരുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഉള്ള ബന്ധം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അവരെന്തെങ്കിലും സമ്മാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കാം. നാം നമ്മളെ തന്നെ നന്നായി കെയർ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാം. അത് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മളൊരു പേപ്പർ എടുത്ത ശേഷം അതിലേക്ക് പകർത്തി എഴുതുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നതാണ്. നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് പതിവാക്കുക. നമുക്കുള്ള അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുക. എല്ലാത്തിനും നാം ദൈവത്തിന് നന്ദി പറയുക. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും നാം ബിസി ആയിരിക്കുക. ഗാർഡനിങ്, കുക്കിംഗ്, റീഡിങ് ഇതെല്ലാം ചെയ്യാം. എക്സാമ്പിളായിട്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഗാർഡനിങ്. ചെടികൾ മാറ്റി മാറ്റി വയ്ക്കുക, ചെടിച്ചട്ടികൾ പെയിൻറ് ചെയ്യുക, പാഴ്വസ്തുക്കളിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാം ഡെയിലി എക്സസൈസ് ചെയ്യുക. നമുക്ക് വേണ്ടി, നമ്മുടെ ഹെൽത്തിന് വേണ്ടി കുറച്ച് എക്സസൈസ് ചെയ്യുക. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരവസരവും ഒഴിവാക്കാതിരിക്കുക. നാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇതുപോലെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.